ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. അതായത് ഒരൊറ്റ വെർബ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെർബ് എന്ന് പറയുന്നത് കുക്കാണ്. അതായത് പാകം ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു വെർബാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡെയിലി റൂട്ടീനാണ് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. അത് പല ടൈമിലും ഉണ്ടാക്കാറുണ്ട്, തലേ ദിവസം ഉണ്ടാക്കി വെക്കാറുണ്ട്, അതുപോലെ തന്നെ പിന്നെ വരാനിരിക്കുന്ന ദിവസത്തിന് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം നമ്മൾ സെൻറ്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ രാവിലെ 5 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഞാൻ രാവിലെ 5 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഒരു കൃത്യസമയം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കാറുണ്ട് എന്നാണ്. ഉണ്ടാക്കുക എന്നുള്ളത് പാകം ചെയ്യുക എന്നാണ്. അപ്പം നമുക്കിവിടെ കുക്ക് എന്നുള്ള വേർബ് എടുക്കാം. ഇനി മേക്ക് എന്നെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം എങ്ങനെ പറയും? ഞാനാണ് സബ്ജക്റ്റ്. I cook food at 5 o'clock in the morning. I cook food. ഇനി കുക്ക് എന്നുള്ളിടത്ത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പാചകമാണല്ല, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക എന്നെടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കിവിടെ കുക്ക് എന്ന് യൂസ് ചെയ്യാം. I cook food at 5 o'clock in the morning. ഞാൻ രാവിലെ 5 മണിക്ക് ഭക്ഷണം പാകം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയാണ് അല്ലേ. കണ്ടിന്യൂസ് പ്രവൃത്തിയാണ്. എങ്ങനെ പറയാം? ഞാനാണ് സബ്ജക്റ്റ്. ഐ ആം കുക്കിംഗ് ഫുഡ്. ഐ ആം കുക്കിംഗ് ഫുഡ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇനി ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐ ആം മേക്കിംഗ് ഫുഡ് എന്ന് പറയാം. ഐ ആം മേക്കിംഗ് ഫുഡ് എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഞാനിപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഇപ്പം തൊട്ട് മുമ്പേ കഴിഞ്ഞൊരു പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഞാനാണ് സബ്ജക്റ്റ്. ഇപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. എല്ലാ ഭക്ഷണങ്ങളും എന്നുണ്ട്. സോ ഐ ഹാവ് കുക്ക്ഡ് ഓൾ ഫുഡ്സ് നൗ. ഐ ഹാവ് കുക്ക്ഡ് ഓൾ ഫുഡ്സ് നൗ. ഇനി ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മേഡ് യൂസ് ചെയ്തും പറയാം അല്ലേ. കുക്കിൻ്റെ V3 ആണ് കുക്ക്ഡ് എന്ന് പറയുന്നത്. സോ ഐ ഹാവ് കുക്ക്ഡ് ഓൾ ഫുഡ്സ് നൗ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് മെയ്ഡ് ഓൾ ഫുഡ്സ് നൗ എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ രാവിലെ 7 മണി മുതൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്കൊക്കെ സംഭവിക്കാറില്ല, രാവിലെ തൊട്ട് തുടങ്ങിയ കുക്കിംഗ് ആയിരിക്കും അല്ലേ. ഞാൻ രാവിലെ 7 മണി മുതൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നത്. ഇത് ഏതാണ് ടെൻസ് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും? ഞാനാണ് സബ്ജക്റ്റ്. 7 മണി മുതൽ എന്നാണ്. അപ്പം ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് 7 o'clock in the morning അല്ലേ. രാവിലെ 7 മണി മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിൻസ് എന്ന് യൂസ് ചെയ്തു. അപ്പം ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് 7 o'clock in the morning. ഞാൻ രാവിലെ 7 മണി മുതൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് മേക്കിംഗ് എന്ന് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇനി പാസ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി. ഞാൻ ഇന്നലെ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നേരത്തെ ഭക്ഷണം പാകം ചെയ്തു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇന്നലത്തെ കാര്യമാണല്ലേ. അപ്പോൾ ഞാനാണ് സബ്ജക്റ്റ്. ഐ കുക്ക്ഡ് ഫുഡ് ഏർലി യെസ്റ്റർഡേ. ഐ കുക്ക്ഡ് ഫുഡ് ഏർലി യെസ്റ്റർഡേ. നമ്മുടെ കുക്കിൻ്റെ V2 എന്ന് പറയുന്നതും കുക്ക്ഡ് എന്ന് തന്നെയാണ്. സോ ഐ കുക്ക്ഡ് ഫുഡ് ഏർലി യെസ്റ്റർഡേ. ഇനി അവിടെ മെയ്ഡ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നലെ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി. ഐ മെയ്ഡ് ഫുഡ് ഏർലി യെസ്റ്റർഡേ എന്നും പറയാം, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നേരത്തെ ഭക്ഷണം പാകം ചെയ്തു. ഐ കുക്ക്ഡ് ഫുഡ് ഏർലി യെസ്റ്റർഡേ എന്നും പറയാം. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ, നീ പഠിക്കുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു അല്ലേ. നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഈ പറയുന്നത്. നീ പഠിക്കുമ്പോൾ ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഐ വാസ് കുക്കിംഗ് ഫുഡ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു.
വെൻ യു സ്റ്റഡീഡ്. വെൻ യു സ്റ്റഡീഡ് ഇനി പഠിക്കുമ്പോൾ. അപ്പോൾ ഇനി പഠിക്കുമ്പോൾ ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുക. അപ്പം ഇവിടെ നമ്മൾ ഐ വാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വാസ് ആണ്, അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ് ആണ്. സോ ഐ വാസ് കുക്കിംഗ് ഫുഡ് വെൻ യു സ്റ്റഡീഡ്. കഴിഞ്ഞ കാര്യമാണല്ലോ, അതുകൊണ്ട് സ്റ്റഡീഡ് എന്ന് യൂസ് ചെയ്തു. ഇനി പഠിക്കുമ്പോൾ ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ പറയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു വസ്തു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ്, കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. ഐ ഹാഡ് മെയ്ഡ് ദ ബിരിയാണി ലാസ്റ്റ് ഡേ, അല്ലെങ്കിൽ ഐ ഹാഡ് കുക്ക്ഡ് ദ ബിരിയാണി ലാസ്റ്റ് ഡേ. ഞാൻ കഴിഞ്ഞ ദിവസം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ചില ദിവസങ്ങളിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യലൊക്കെ ലേറ്റ് ആകും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇന്നലെ, അല്ലെങ്കിൽ മിനിയാന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ ഹാഡ് കുക്ക്ഡ് ഫുഡ് early last day. I had cooked food early last day. ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ പാകം ചെയ്തിട്ടുണ്ടായിരുന്നു, ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഐ ഹാഡ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അല്ലേ. അപ്പം ഐ ഹാഡ് കുക്ക്ഡ് ഫുഡ് ഏർലി ലാസ്റ്റ് ഡേ. ഞാൻ കഴിഞ്ഞ ദിവസം ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ 2 മണിക്കൂറായിട്ട് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയും നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ 2 മണിക്കൂറായിട്ട് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവൃത്തിയാണ് ഞാനിവിടെ പറയുന്നത്. ഇതെങ്ങനെയാണ് പറയുക എന്ന് നോക്കാം. ഞാൻ 2 മണിക്കൂറായിട്ട് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ. ഇവിടെ ഒന്നും നോക്കാനില്ല, സബ്ജക്റ്റ് അയാണ്. സബ്ജക്റ്റും ഇവിടെ നമുക്ക് പാസ്റ്റിലൊരു പ്രശ്നമല്ല. ഐ ഹാഡ് ബീൻ കുക്കിംഗ് ഫുഡ്. ഐ ഹാഡ് ബീൻ കുക്കിംഗ് ഫുഡ് ഫോർ 2 hours അല്ലേ. ഫോർ 2 hours ഞാൻ 2 മണിക്കൂറായിട്ട് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ കുക്കിംഗ് ഫോർ ആയിട്ട് 2 hours 2 മണിക്കൂറായിട്ട് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പാസ്റ്റിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണ്, നാളെ 7 മണി ആകുമ്പോഴേക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കും അല്ലേ. നാളെ 7 മണി ആകുമ്പോഴേക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കും. ഇതെന്താ, വരാനിരിക്കുന്നൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ പറയാം, നാളെ 7 മണി ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം 7 മണി ആകുമ്പോഴേക്കും എന്ന് പറയാം. ബൈ ദ ടൈം ദ 7 o'clock ടുമോറോ. നാളെ 7 മണി ആകുമ്പോഴേക്കും ഐ വിൽ കുക്ക് ഫുഡ്, അല്ലെങ്കിൽ ഐ വിൽ മേക്ക് ഫുഡ്. ഇങ്ങനെ 2 രീതിക്കും പറയാം കേട്ടോ. ഉണ്ടാക്കും എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് മേക്ക് ആണ് യൂസ് ചെയ്യുക, മേക്ക് എന്നാണ് വരിക. പക്ഷേ ഇവിടെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുക എന്നാണ് പറയുന്നത്. സോ കുക്ക് ഫുഡ് എന്ന് പറയാം. അപ്പം ബൈ ദ ടൈം ദ 7 o'clock ടുമോറോ ഐ വിൽ കുക്ക് ഫുഡ്, അല്ലെങ്കിൽ ഐ വിൽ മേക്ക് ഫുഡ് എന്ന് പറയാം. നാളെ 7 മണിയാകുമ്പോഴേക്കും ഞാൻ ഭക്ഷണം കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഉണ്ടാക്കും, പാകം ചെയ്യും എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, നാളെ അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും അല്ലേ. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ടാവില്ല, അവിടെ നമ്മൾ പറയാറുണ്ട് നാളെ അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും എന്നെങ്ങനെയാണ് പറയുക, ഉണ്ടായിരിക്കും. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നാളെ അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം there will be food there tomorrow. നാളെ അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ will be യൂസ് ചെയ്തു ഉണ്ടായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് will have യൂസ് ചെയ്തുകൊണ്ട് പറയാം, ഇന്ന് രാത്രി നേരത്തെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇന്ന് രാത്രി നേരത്തെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് കുക്ക്ഡ് ഫുഡ് ഏർലി ടു നൈറ്റ് എന്ന് പറയാം.
ഐ വിൽ ഹാവ് കുക്ക്ഡ് ഫുഡ് അല്ലെങ്കിൽ മെയ്ഡ് ഫുഡ് എന്ന് പറയാം. ഐ വിൽ ഹാവ് കുക്ക്ഡ് ഫുഡ് ഏർലി ടുനൈറ്റ് അല്ലേ, ഇന്ന് രാത്രി നേരത്തെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ്, നാളെ ഈ സമയത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. നാളെ ഈ സമയത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പ്രവൃത്തി നാളെ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം എങ്ങനെ പറയാം? ഐ വിൽ ഹാവ് ബീൻ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനാണ് സബ്ജക്റ്റ്, സോ ഐ വിൽ ഹാവ് ബീൻ. ഇവിടെ ഞാനായാലും ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ വിൽ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക അല്ലേ. ഐ വിൽ ഹാവ് ബീൻ കുക്കിംഗ് അല്ലെങ്കിൽ ഐ വിൽ ഹാവ് ബീൻ മേക്കിംഗ്, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ്. നാളെ ഈ സമയത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ വിൽ ഹാവ് ബീൻ കുക്കിംഗ് ഫുഡ് at this time tomorrow. I will have been cooking food at this time tomorrow. നാളെ ഈ സമയത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പ്രസൻറ്റിൽ പറഞ്ഞു, പാസ്റ്റിൽ പറഞ്ഞു, ഫ്യൂച്ചറിൽ പറഞ്ഞു. ഇനി കുറച്ചുകൂടെ ഓക്സിലറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ആ ഓക്സിലറി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ പാകം ചെയ്യുക എന്നുള്ള വെർബ് പറയാം. ഇങ്ങനെ നമ്മൾ സെന്റൻസുകൾ മലയാളത്തിൽ പറയാറുണ്ട്. സോ എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണം, എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണം. ഇത് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു നിർബന്ധിത കാര്യമാണ്. എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണം. ഐ ഹാവ് ടു മേക്ക് അല്ലെങ്കിൽ ഐ ഹാവ് ടു കുക്ക് ഫുഡ് ഏർലി. ഐ ഹാവ് ടു കുക്ക് ഫുഡ് ഏർലി. ഇനി ഇവിടെ നമുക്ക് വോണ്ട് ടു യൂസ് ചെയ്തുകൊണ്ട് പറയാം. കാരണം നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. ഐ വോണ്ട് ടു കുക്ക് ഫുഡ് ഏർലി അല്ലെങ്കിൽ ഐ വോണ്ട് ടു മേക്ക് ഫുഡ് ഏർലി അല്ലെങ്കിൽ ഐ ഹാവ് ടു മേക്ക് ഫുഡ് ഏർലി എന്ന് പറയാം. എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യണം. കുക്കോ മേക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഐ ഹാവ് ടു അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഇവയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ചില സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം. ഇപ്പം വീട്ടിലേക്കൊക്കെ ലേറ്റായൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, വേറെയുള്ള ജോലികൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളത് ഒരു നിർബന്ധ കാര്യമാണ്. അവിടെ നമ്മൾ എങ്ങനെ പറയും? ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം. ഐ ഷുഡ് മേക്ക് ഫുഡ് അല്ലെങ്കിൽ ഐ ഷുഡ് കുക്ക് ഫുഡ് എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഷുഡ് യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ. നെക്സ്റ്റ്, അങ്ങനെ നിർബന്ധിത ഒരു ഘട്ടം പറയുമ്പോൾ നമുക്ക് അവിടെ ഐ ഷുഡ് മേക്ക് ഫുഡ്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, ഞാൻ തന്നെ ഉണ്ടാക്കണം, അത് എൻ്റെ ബാധ്യതയാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്തുകൊണ്ട് പറയേണ്ടത് കേട്ടോ. ഇനി നമ്മളെപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ്, ഇന്ന് എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചു. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഒരു കാര്യം നമുക്ക് സാധിച്ചു, കഴിഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുഡ് ആണ് അല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചു ഇത് പറയണമെങ്കിൽ ടുഡേ ഐ കുഡ് കുക്ക് ഏർലി. ടുഡേ ഐ കുഡ് കുക്ക് ഫുഡ് ഏർലി അല്ലെങ്കിൽ ഐ കുഡ് കുക്ക് ഫുഡ് ഏർലി ടുഡേ, ഇങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇന്ന് എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചു. ഐ കുഡ് കുക്ക് ഫുഡ് ഏർലി ടുഡേ അല്ലെങ്കിൽ ടുഡേ ഐ കുഡ് കുക്ക് ഫുഡ് ഏർലി. പിന്നെ നമുക്കിവിടെ കുക്കിൻ്റെ സ്ഥാനത്ത് മേക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കുക എന്നുള്ളതിന് നമ്മൾ മേക്കാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ പാചകം അല്ലെങ്കിൽ പാകം ചെയ്യുക എന്നുള്ള ആ ഒരു വെർബാണ് നമ്മൾ പറയേണ്ടത്. സോ നമ്മൾ എന്ത് പറയണം? കുക്ക് എന്ന് പറയണം. ഐ കുഡ് കുക്ക് ഫുഡ് ഏർലി ടുഡേ അല്ലെങ്കിൽ ടുഡേ ഫസ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം ടുഡേ ഐ കുഡ് കുക്ക് ഫുഡ് ഏർലി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് നമ്മുടെ ഓക്സിലറീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെൻസസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് കുക്ക് എന്നുള്ള വെർബും യൂസ് ചെയ്തുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ നമുക്കൊരു ദിവസം ലൈവ് ക്ലാസ് നടത്തണം, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.